പരിശോധന പൂർത്തിയാക്കിയ ശേഷം ബോബി ചെമ്മണ്ണൂർ പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. 3 കൊല്ലം അകത്ത് കിടക്കാനുള്ള വകുപ്പിൽ വെള്ളയിട്ടുകൊണ്ട് കയറാനുള്ള ഭാഗ്യം സിദ്ധിച്ചപ്പോഴും എന്തെങ്കിലും ഒരു ചേഷ്ട ജനങ്ങളെ കാണിക്കാതിരിക്കാൻ അണ്ണന് പറ്റിയില്ല. അതിന്റെ മാസ്റ്റർ പീസാണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. കൈവീശെങ്കിൽ കൈവീശ്. ദ്വയാർത്ഥവും ത്രയാർത്ഥവും ഒക്കെ പയറ്റി അണ്ണൻ അങ്ങനെ 10 പൈസയുടെ ചെലവില്ലാത്ത പ്രശസ്തിയുടെ കൊണ്ടും മുടി കയറിയില്ലേ? സത്യം പറഞ്ഞ ആശാന്റെ കഴിവെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിലൊന്നും അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ കുറ്റം ചെയ്യാത്തവനും കുറ്റബോധമുണ്ടാവില്ല, ബോധമില്ലാത്തവനും കുറ്റബോധമുണ്ടാവില്ല. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ഇവിടെ കുറ്റം ചെയ്തു എന്ന് ഉറപ്പാണല്ലോ, അപ്പൊ പിന്നെ താൻ ഒരു തരത്തിലുള്ള തെറ്റും ചെയ്തിട്ടില്ല, അയ്യടാ താൻ അധിക്ഷേപിച്ചിട്ടില്ല, അണിറോസിനെ താൻ അധിക്ഷേപിച്ചിട്ടില്ല. അണിറോസിനെ എന്നല്ല, താൻ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ആളാണ്. അവൻ ഇച്ചിരി ബഹുമാനം കൂടിയിട്ടുണ്ടല്ലേടാ. എനിക്ക് അവന്മാര് സാറിന് താങ്ങിയതുപോലെ തോന്നി. അല്ല, ബഹുമാനം കൂടിയിട്ടുണ്ട്, എങ്കിൽ കൂടി കാണും. ഒരു കാണിക്കാവോ എന്ന് സ്ത്രീകളുടെ മുഖത്ത് നോക്കി പച്ചയ്ക്ക് ചോദിക്കുന്നതൊക്കെ എങ്ങനെ ഒരു അധിക്ഷേപം ആവും അല്ലേ? അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ഡബിൾ മീനിങ് ഒന്നുമില്ല ആരാധകരെ, നിങ്ങൾ ശാന്തരാകൂ. കൈ വെക്കാനും മാത്രം ഒന്നും ചെയ്തിട്ടില്ല. പെണ്ണുങ്ങളെ കാണുമ്പോ തല്ലുകൊള്ളിത്തരം നിറഞ്ഞു തുളുമ്പുന്ന നാനാർത്ഥ പ്രയോഗങ്ങളെ വായിന്ന് വരൂ എന്നൊരൊറ്റ തെറ്റേ ചെയ്തിട്ടുള്ളൂ. തരം താണ രീതിയിൽ ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ നോക്കി, ആ ഒരൊറ്റ തെറ്റ്. വെള്ളയും സ്ഥിരമാക്കിയത് കൊണ്ട് ജയിലിൽ ഒരു രാത്രി കിടക്കേണ്ടി വന്നിട്ടും വേഷം മാറ്റേണ്ടി വന്നില്ലല്ലോ അല്ലേ? എല്ലാം കാലയെ കൂട്ടി കണ്ട് ജീവിച്ച പച്ച മനുഷ്യൻ. എല്ലാം വിധിയുടെ വിളയാട്ടം. ഡബിൾ മീനിങ് സംസാരിച്ചു എന്നുള്ളതിന്റെ പേരിലാണ് കേസ്. പക്ഷേ അതൊരു ഉദ്ദേശശുദ്ധിയിൽ ഇപ്പൊ എന്താ പറഞ്ഞ ഉദ്ദേശശുദ്ധിയോ? എന്റെ പൊന്നണ്ണാ, ദിവ്യാമാടത്തിന്റെ ഉദ്ദേശശുദ്ധിയുടെ അനന്തരഫലം ഒരു കുടുംബം മുഴുവൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സകല ഉഡായിപ്പ് പരിപാടികളും കാണിച്ചിട്ട് എല്ലാത്തിന്റെ ന്യായീകരണം ഇതാണ്, ഉദ്ദേശശുദ്ധി. അക്കരെ നിൽക്കണ പശുവിനെ കണ്ട് ഇക്കരെ നിൽക്കണ മൂരി മുക്കറയിട്ട പശുവിന് ചെന പിടിക്കില്ല. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലായി. ഏതായാലും മണ്ണിനോട് ഇണങ്ങി ജീവിക്കുന്ന മനുഷ്യനായതുകൊണ്ട് ജയിലിലെ പ്രകൃതി രമണീയതയും ആവാസ വ്യവസ്ഥയും ഒക്കെ നന്നായിട്ടൊന്ന് ആസ്വദിക്കാൻ പറ്റി കാണും അല്ലേ? പണ്ട് കൊതുക് നിവാരണ യജ്ഞത്തിനൊക്കെ മുൻകൈ എടുത്ത് പ്രവർത്തിച്ചിരുന്നത് കൊണ്ട് ആ സ്മരണ ജയിലിലുണ്ടായിരുന്ന കൊതുകുകൾ നല്ലതുപോലെ കാട്ടി എന്നാണ് അറിഞ്ഞത്. അത് പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും കിട്ടണ്ടേ? പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. പോ. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് എ ലോട്ട്. അടിച്ചു പൊളിക്കടാ.